السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات وبفضله تزول الملمات ونحمده ونستعينه ونستغفره ونتوب إليه. اللهم صل على عبدك ورسولك محمد النبي المختار وعلى آله وصحابه الأبرار وعلى من اتبعهم بإحسان من المؤمنين الأخيار أما بعد. പ്രിയരെ, നമ്മുടെ ബന്ധങ്ങൾ ദുനിയാവിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല. അത് സ്വർഗത്തോളം അല്ല, സ്വർഗത്തിലും തുടരുന്ന സ്ഥിരമായ ബന്ധമായി മാറണം. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ 21 സൂക്തത്തിൽ വൈവാഹിക ബന്ധത്തെ മീസാഖൻ ഖലീലൻ എന്നാണ് വിശേഷിപ്പിച്ചത്. മീസാഖൻ ഖലീലൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ദൃഢമായ ഉടമ്പടി, സ്ട്രോങ് അഗ്രിമെൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ അത്ര എളുപ്പത്തിൽ മുറിച്ചു മാറ്റേണ്ടതല്ല ആ കരാർ. അത് സുദൃഢമായി ഇഹത്തിലും പരത്തിലും തുടരേണ്ടതാണെന്ന് മനസ്സിലാക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? കേവലം കളിയും തമാശയും ചിരിയും രസവും മാത്രമായി ചുരുങ്ങിപ്പോകാതെ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ നിരുത്സാഹപ്പെടുത്തുന്ന കുടുംബാന്തരീക്ഷമായി മാറേണ്ടതുണ്ട്. അപ്പോഴാണ് നാഥനായ അള്ളാഹുവിൻ്റെ കാരുണ്യവർഷം ആ കുടുംബത്തിൽ ലഭ്യമാവുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മാതാപിതാക്കൾ മക്കൾക്കിടയിലും നന്മയുടെ മാർഗങ്ങളിൽ സഹകരണവും പിന്തുണയും ഉണ്ടാവണം. വിദ്യാലയങ്ങളിൽ നിന്നും ലഭിക്കുന്ന അധ്യാപനങ്ങളേക്കാൾ നമ്മുടെ മക്കൾ ശീലമാക്കുക വീടകത്തെ മതചിട്ടകളും സ്വഭാവ പെരുമാറ്റങ്ങളുമാണ്. ആയതിനാൽ ബന്ധങ്ങൾ പുണ്യങ്ങളിൽ സഹകാരികളായി മാറണം. അപ്പോഴാണ് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞ ഖുർറത്തു അയ്യുൻ അഥവാ കൺകുളിർമയേകുന്ന ഫാമിലിയായി തീരുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിൽ എത്രയെത്ര മാതൃകകളാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. നന്മയിൽ പ്രോത്സാഹിപ്പിച്ചും തിന്മയിൽ നിരുത്സാഹപ്പെടുത്തിയും തൻ്റെ കുടുംബജീവിതത്തെ മാതൃകാപരമായ കുടുംബമാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റി. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിനം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ആയിഷ ഇയ്യാകി വ മുഹഖറാത്തി ദുനൂബി ഫഇന്ന ലഹാ മിനല്ലാഹി ത്വാലിബ. മറ്റൊരു ഹദീസിൽ യാ ആയിഷ ഇയ്യാകി വ മുഹഖറാത്തിൽ അഅമാലി ഫഇന്ന ലഹാ മിനല്ലാഹി ത്വാലിബൻ എന്നുമുണ്ട്. എന്താണ് അർത്ഥം? ആയിഷു, ദോഷങ്ങളിൽ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങളും ജീവിതത്തിൽ സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങൾക്ക് പിറകിലും അള്ളാഹുവിൻ്റെ അന്വേഷണമുണ്ട്. മലക്കുകൾ ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നു എന്ന് അർത്ഥം. അഥവാ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബത്തിനോട് എന്ന് മാത്രമല്ല എല്ലാ സത്യവിശ്വാസികളോടും നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളെ തൊട്ട് പോലും സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെയും പരിഹസിക്കരുത്, കളിയാക്കരുത്, നിസ്സാരമായി കാണരുത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല തവണ തൻ്റെ മഹദിമാരെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം നബിയുടെ മുമ്പിൽ ഒരാളുടെ വാക്കുകൾ അയാളുടെ അതേ ശൈലിയിൽ ഞാൻ അവതരിപ്പിച്ചു. മിമിക്രി കാണിക്കുന്ന പോലെ. വഹകൈതു ലഹു ഇൻസാനൻ, ഒരാളെക്കുറിച്ച് അയാൾ പറഞ്ഞ അതേ ശൈലിയിൽ ഞാൻ നബി തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈ ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് പറഞ്ഞു, മാ ഉഹിബ്ബു അന്നി ഹകൈതു ഇൻസാനൻ വ അന്നലി കദാ വ കദാ. ആയിഷു, മറ്റൊരാളെ അനുകരിച്ച് പറയുന്ന ശൈലി എനിക്ക് ഇഷ്ടമില്ല. മാ ഉഹിബ്ബു, ഒരു പക്ഷേ അയാൾക്കത് ഇഷ്ടമുണ്ടാകണമെന്നില്ല. അഥവാ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, അത് തമാശയിലാണെങ്കിൽ പോലും. നമ്മൾ ഇതെല്ലാം നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബത്തിൽ
ഉത്തമ മൂല്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി നിസ്സാരമായ കാര്യങ്ങളെപ്പോലും തിന്മയാകുന്ന കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. മഹാന്മാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വഫിൽ ഹദീസി അത്തഹദീറു വത്തർഹീബു മിനൽ ഗീബ വത്തഹദീറു വസ്സജ്റു അനി തഖ്ലീദി വമുഹാക്കാത്തിൻ നാസി വഖാസത്തൻ അലാ ജിഹത്തിൽ ഇസ്തിഹ്സാ. അഥവാ ഈ ഹദീസ് ഗീബത്ത് പറയുന്നതിനെയും മറ്റൊരാളെ പരിഹസിക്കുന്നതിൻ്റെ ഭാഗമായി അനുകരിക്കുന്നതിനെയും നിരുത്സാഹപ്പെടുത്തുന്നു. നമുക്ക് മറ്റൊരു സംഭവത്തിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ താരതമ്യേന അല്പം നീളം കുറഞ്ഞവരാകുന്നു സഫിയ ബീവി റളിയല്ലാഹു അൻഹ. എല്ലാവർക്കും ഒരേ വലിപ്പമായിരിക്കില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരെയും പടച്ചത് വ്യത്യസ്ത രൂപത്തിലാണ്. അപ്പോൾ സഫിയ ബീവി റളിയല്ലാഹു അൻഹ താരതമ്യേന നീളം കുറഞ്ഞ സ്ത്രീയാണ്. ഒരു ദിവസം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ സംസാരത്തിനിടയിൽ അവരെക്കുറിച്ച് അല്പം പരിഹസിക്കുന്ന രീതിയിലുള്ള ചില പദപ്രയോഗങ്ങൾ നടത്തി. നമ്മൾ കുള്ളത്തി എന്നൊക്കെ പറയും പോലെയുള്ള ഒരു പ്രയോഗം, അല്ലാതെ പരദൂഷണമോ മറ്റോ നടത്തിയിട്ടില്ല. എന്നാൽ പോലും ആ സമയത്ത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരുത്തി. ഗൗരവത്തിൽ തന്നെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിങ്ങൾ ആവർത്തിക്കരുത്. ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതു. നിങ്ങളിപ്പോൾ സഫിയ ബീബിയെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഈ കുള്ളത്തി എന്ന ഈ പ്രയോഗം, ഈ കലിമത്ത് എങ്ങാനും കടലിൽ മുക്കിയാൽ ആ കടലിൻ്റെ തെളിമയെ മുഴുവനും കലക്കം പിടിച്ച വാക്കുകളാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. അഥവാ വിഷയത്തിൻ്റെ ഗൗരവം നബിത്തങ്ങളുടെ ആ വാക്കുകൾ തന്നെയുണ്ട്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ ഒരു കുള്ളത്തി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ പ്രയോഗം നടത്തിയത്, ആ പ്രയോഗമെങ്ങാനും വിശാലമായി കിടക്കുന്ന അനന്തമായി കിടക്കുന്ന സമുദ്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണെങ്കിൽ ആ കടലിൻ്റെ തെളിമയെ നശിപ്പിക്കുമാർ, കലക്കുമാർ ആ പദം മതി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളിതമാശകൾക്കിടയിൽ, ഭാര്യമാർക്കിടയിൽ, എല്ലാ രസങ്ങൾക്കുമിടയിലും നന്മയെ പ്രോത്സാഹിപ്പിച്ചും തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്തിയുമാണ് മുന്നോട്ട് പോയത്. എന്നാൽ തിരുത്തിയ രീതി മനോഹരമായിരുന്നു. സന്ദർഭത്തിനും സാഹചര്യത്തിനുമെല്ലാം അനുസരിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയ രീതികൾ പിന്തുടരുന്നത്. അതൊരിക്കലും ഒരു കുടുംബ വഴക്കിലേക്ക് നീങ്ങിയിരുന്നില്ല. മാന്യമായി തിരുത്താനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയും ചെയ്തു. നമുക്കൊരു സംഭവം നോക്കാം. ഒരു ദിനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. ഫഅർസലത് ഇഹ്ദാ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ ബിസഹഫത്തിൻ ഫീഹാ തുആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദി ആയിഷ ബീവിയുടെ വീട്ടിലുണ്ടാകുന്ന സന്ദർഭത്തിൽ നബിത്തങ്ങളുടെ മറ്റു പ്രവാചക പത്നി, അത് ചരിത്രത്തിൽ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയാണ് എന്നും പറയുന്നുണ്ട്, അതല്ല ഉമ്മു സലമ ബീവിയാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ രണ്ടിൽ ഒരാൾ അല്പം ഭക്ഷണം ഉണ്ടാക്കി ഒരു പാത്രത്തിൽ വീട്ടിലെ സേവകൻ മുഖേന, ഭൃത്യൻ മുഖേന കൊടുത്തയച്ചു. എവിടേക്ക്? മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. കാരണം അവിടെയാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. സമ്മാനമായിട്ട് നൽകിയതാണ്. പക്ഷേ ഈ തളിക ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലെത്തിയ സമയത്ത് മഹദിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നബിത്തങ്ങൾ എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമല്ലോ, എന്തിനാണ് മറ്റുള്ളവർ അതിൽ ഭക്ഷണം കൊടുത്തയക്കുന്നത് എന്നൊരു ചിന്തയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കുള്ളത്. മഹദി എന്ത് ചെയ്തു എന്നോ, കൊണ്ടുവന്ന ആ ഭൃത്യൻ്റെ കയ്യിലെ തളികയെ തട്ടി, ആ ഭക്ഷണത്തിൻ്റെ പാത്രത്തിന് ചെറുതായി തട്ടി. ഉടനെ അത് നിലത്ത് വീണു. ഫസഖത്തത്തി സഹഫ ഫൻഫലഖത്. ആ പാത്രം നിലത്ത് വീണു എന്ന് മാത്രമല്ല, പാത്രം പൊട്ടുകയും ചെയ്തു. ഭക്ഷണം ചിന്നിച്ചിതറി.
സ്വാഭാവികമായും മനുഷ്യർ ദേഷ്യം പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചു. മഹദിയുടെ ഇപ്പോഴത്തെ മനോനില നല്ലവണ്ണം അറിയാവുന്ന ഭർത്താവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബിത്തങ്ങൾ ദേഷ്യം പിടിക്കാതെ നബിത്തങ്ങൾ ചെയ്ത രീതി, ഫജമഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിലഖ അസ്സഹഫ ثم جعل يجمع فيها الطعام الذي كان في الصحفة. തിരുദൂതർ നിലത്തു വീണ് കിടക്കുന്ന ആ പൊട്ടിയ പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പൊറുക്കിയെടുത്തു, ഭക്ഷണം ശേഖരിച്ചു. ഭക്ഷണം ചിന്നിച്ചിതറിയിട്ടുണ്ട്, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശേഖരിച്ചു. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഗാറത്ത് ഉമ്മുക്കും ഗാറത്ത് ഉമ്മുക്കും, 2 തവണ പറഞ്ഞു എന്നാണ്. ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ഈറ പിടിച്ചിട്ടുണ്ട്, അഥവാ ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിക്കുന്ന പദങ്ങൾ പോലും എന്തൊരു മനോഹരം. ഗാറത്ത് ആയിഷ എന്നല്ല പറഞ്ഞത്, ആയിഷക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് പറയാതെ ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. എല്ലാവർക്കും അറിയാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് മക്കളില്ല. പിന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെല്ലാവരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാ സത്യവിശ്വാസികളുടെയും മാതാക്കളാണല്ലോ, ഉമ്മമാരാണല്ലോ. ആ അർത്ഥത്തിലാണ് ഗാറത്ത് ഉമ്മുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാത്സല്യത്തോടെയാണ് ആ വാക്കുകൾ പ്രയോഗിച്ചത്. അങ്ങനെ പൊറുക്കിയെടുത്ത ഭക്ഷണം അവിടെയുള്ള എല്ലാവരും കഴിച്ചു. ഭക്ഷണമൊന്നും വേസ്റ്റായില്ല, ഭക്ഷണം പൊറുക്കിയെടുത്തിട്ട് എല്ലാവരും കഴിച്ചു. അവിടെ മഹദിക്ക് ഒരു പാഠം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ആ പാഠം? അത്ത്വആമു ബിത്ത്വആം അൽ ഇനാഉ ബിൽ ഇനാ, പാത്രത്തിന് പകരം പാത്രം കൊടുക്കണം. കാരണം ഇത് മറ്റൊരു വീട്ടിലെ പാത്രമാണ് പൊട്ടിയത്, അതിന് പകരമായി നല്ല പാത്രം നിങ്ങൾ തിരിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫദഫഅ അസ്സഹഫത്തു സ്വഹീഹ ഇലല്ലതി കുസ്റത്തു സഹഫതുഹാ വഅംസകൽ മക്സൂറ ഫീ ബൈത്തില്ലതി കസറത്. പൊട്ടിയ പാത്രം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചു. മഹദിയുടെ വീട്ടിലുണ്ടായിരുന്ന പുതിയ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തയച്ച വീട്ടിലേക്ക് തിരിച്ചു കൊടുത്തയച്ചു. നോക്കൂ, നബി തങ്ങൾ നടത്തിയ തർബീയത്തിൻ്റെ മാതൃക എന്തൊരു മനോഹരം. മാത്രമല്ല, നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻപന്തിയിലായിരുന്നു. കുടുംബത്തെ സുഹൃതങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. യാ ആയിഷ ഇസ്തതിരി മിനൻ നാരി വലോ ബിശിഖ്ഖി തംറ ഫഇന്നഹാ തസുദ്ദു മിനൽ ജായി മസദ്ദഹ മിനശ്ശഅബാൻ. ആയിഷു, കാരക്ക ചീള് കൊണ്ടെങ്കിലും നരകത്തെ തൊട്ട് മറ പിടിക്കണം, നരകത്തെ തൊട്ട് സംരക്ഷണം ഏർപ്പെടുത്തണം. ആരോട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തുന്നു. ഇത് എല്ലാവരോടുമുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇത്തക്കുന്നാറ വലോ ബിശിഖ്ഖി തംറ, ഒരു കാരക്ക ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തെ സൂക്ഷിക്കണമെന്ന് ഹദീസുണ്ട്. അഥവാ ഉള്ളത് വെച്ച് ദാനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തെ പ്രേരിപ്പിച്ചു. മഹദി, ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റു ഭാര്യമാരെല്ലാം ശീലമുള്ളവരാവുകയും ചെയ്തു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഒരു മിസ്കീൻ വന്നു, ഒരു പാവപ്പെട്ട ഒരാൾ വന്നു. ഞാൻ അയാൾക്ക് സ്വതക്ക നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മഹലൻ യാ ആയിഷ ലാ തുഹ്സി, ആയിഷ കൊടുക്കുന്ന സമയത്ത് എണ്ണി നോക്കി ക്ലിപ്തമാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ ഫയുഹ്സി അല്ലാഹു അസ്സ വജല്ല അലൈക്കി, അള്ളാഹുവും അവൻ്റെ അനുഗ്രഹങ്ങൾ അളന്ന് ക്ലിപ്തമാക്കി ചുരുക്കിത്തരും. അഥവാ അളവറ്റ് ദാനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രേരിപ്പിച്ചു.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൃത്യമായി പൈസ അല്ലെങ്കിൽ അവിടെയുള്ള നൽകിയ സമ്പത്ത് ക്ലിപ്തമാക്കി എണ്ണിയൊക്കെ നോക്കിയിട്ടാണ് നൽകിയത്. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല, നല്ലവണ്ണം അളവറ്റ് ദാനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തെ ശീലിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, കുടുംബക്കാരുടെ മൂല്യങ്ങളുടെ നിർമ്മിതിയിലും ശ്രദ്ധ വേണം. ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്നത് ഖുർആനിക അധ്യാപനമാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യവും നരകത്തെ തൊട്ട് സൂക്ഷിക്കണമെന്ന് ഖുർആനിക അധ്യാപനമാണ്. ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നന്മയിൽ പങ്കാളികളാവുക, പ്രോത്സാഹിപ്പിക്കുക. നല്ല കാര്യങ്ങളിൽ വീട്ടുകാർക്കിടയിൽ മത്സരമാവാം. ഉദാഹരണത്തിന്, ഖുർആൻ ആരാണ് ആദ്യം ഖത്മ് തീർക്കുക എന്നൊരു മത്സരം സംഘടിപ്പിക്കാം. തിന്മ കണ്ടാൽ കുടുംബക്കാർക്കിടയിൽ നല്ല രീതിയിൽ ഉണർത്തുക. അതുപോലെ മക്കളിലും ദാനശീലം ചെറുപ്പത്തിലേ നിർമ്മിച്ചെടുക്കുക. അങ്ങനെ ദുനിയാവിലെ നമ്മുടെ ബന്ധങ്ങൾ സ്വർഗം വരെയും അതല്ല സ്വർഗത്തിലും തുടരാൻ സാധ്യമാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.